പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണി ഒടുവിൽ കിഡിലൊരു ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുകയാണ് തൻ്റെ സഹോദരന്. ഇതോടെ മനോജ് വളരെയധികം സന്തോഷിക്കുന്നു. ഒടുവിൽ ബലരാമനെ ചെന്ന് കാണുന്ന മനോജ് ഈ ഡിസൈൻ കാണിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ബലരാമനാകെ ഞെട്ടിപ്പോവുകയാണ്. ഈ ഡിസൈൻ മതി, ഇത് മാത്രം മതി എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇനി നമ്മൾ ഇൻഡസ്ട്രിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മനോജിന്റെ ജോലി ഉറപ്പാവുകയും ചെയ്യുന്നു. മനോജ് ചെയ്തത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അത്ര ഗംഭീരമായിരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത്ര മനോഹരം, സംഭവം കിടിലം. ഇത് കേൾക്കുന്ന മനോജ് താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മാത്രവുമല്ല, തനിക്ക് ഇത്രയധികം പ്രശംസ കിട്ടുന്നതിന് കാരണം തൻ്റെ സഹോദരിയാണ് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു മനോജ്. ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഈ ഡിസൈനാണ് അടുത്ത കോമ്പറ്റീഷൻ വിജയിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇത് അലിഗ ഡിസൈൻസിന് തിരിച്ചടിയാവുകയും ചെയ്യുന്നു. PR ഗ്രൂപ്പിന്റെ തിരിച്ചുവരവാണ് എന്നുള്ള കാര്യം എല്ലാവരും ഇതോടെ പറഞ്ഞു നടക്കുകയാണ്. അത്രയും മനോഹരമായ ഒരു ഡിസൈനാണ് ഇപ്പോൾ PR ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഇനിയും അതീവ ഗംഭീരമായ ഇതുപോലുള്ള പോസ്റ്ററുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ദേവ്ജി ഏതാണ് ഡിസൈൻ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഡിസൈൻ പോയി കാണുകയും ചെയ്യുന്നു. ഇതോടെ സാഗറും അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ഡിസൈനിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അതീവ ഗംഭീരം തന്നെ. ഈ ഡിസൈൻ വരച്ച ആൾ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് സാഗറിനോട് അറിയിച്ചിരിക്കുകയാണ് ദേവ്ജി. മാത്രവുമല്ല, ഇങ്ങനെയുള്ള ഒരാളുമായി കോമ്പറ്റീഷനിൽ നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ വളരെയധികം പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതിനെ വെച്ച് നോക്കിയാൽ മാനസയുടെ ഡിസൈനുകളെല്ലാം ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞത് തന്നെയാണ് എന്ന് വേണം പറയേണ്ടതായി വരേണ്ടത്. ഇത് കേട്ടുന്ന സാഗർ ഇനി എന്ത് ചെയ്യും ദേവ്ജി? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ. നമ്മുടെ കമ്പനി ഈ പ്രൊജക്റ്റുകളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇത് കേൾക്കുന്ന ദേവ്ജി, നമുക്കൊരു വഴി ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് സമയം വേണം. എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതേപ്പറ്റി ആലോചിച്ച് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവ്ജി പോകുന്നു. പക്ഷേ ദേവ്ജിയുടെ മനസ്സിൽ കൺമണിയായിരുന്നു. ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ദേവ്ജി കൺമണിയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ദേവ്ജി? ദേവ്ജിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? കാര്യങ്ങൾ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ ഡിസൈൻ വരച്ചത് നീയല്ലേ എന്ന് ചോദിക്കുകയാണ് ദേവ്ജി. അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടി പറയണം എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു കൺമണി. ഏത് ഡിസൈനാണ് ദേവ്ജി? PR ഏജൻസിക്ക് വേണ്ടി നീയല്ലേ ആ ഡിസൈൻ വരച്ചത്? അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ പിന്നിൽ നീ തന്നെയാണ് എന്ന്. പക്ഷേ എന്തിന്? ആ ചോദ്യമാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. അതിനുത്തരം നീ തന്നെയാണ് പറയേണ്ടത്. എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ മതിയാകൂ. എന്തിനാണ് നീ നല്ലൊരു ഡിസൈൻ അവർക്ക് വേണ്ടി വരച്ചു കൊടുത്തത്? ഇവിടെയും അതുപോലെ തന്നെ ആ കമ്പനിയിലും ഒരേ സമയം ജോലി ചെയ്യുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് സത്യങ്ങൾ അറിയണം.
കൺമണി സത്യങ്ങൾ പറഞ്ഞേ തീരൂ. ഇതോടെ ദേവിജിയോട് എന്നോട് ക്ഷമിക്കണം ദേവിജി എന്ന് പറയുന്ന കൺമണി എൻ്റെ സഹോദരനാണ് മനോജ് എന്ന് കൺമണി സമ്മതിക്കുന്നു. ഓ, അപ്പോ മനോജ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നീ ഡിസൈൻ വരച്ചു കൊടുത്തത് അല്ലേ? അതെ ദേവ്ജി, ഞാൻ ആദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ, ആ ഒരു അവസ്ഥ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നത്. എനിക്ക് അവരോട് നോ പറയാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവിജി അത് സാരമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ രണ്ട് വെള്ളത്തിലും കാലിട്ട് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൺമണി തിരിച്ചറിയണം. ഒടുവിൽ എവിടെയും നിലനിൽപ്പില്ലാത്ത അവസ്ഥ കൺമണിക്ക് വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനായി കൺമണിയെ എക്സ്പോസ് ചെയ്യില്ല. കൺമണി എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള തീരുമാനം ഉടൻ തന്നെ എടുക്കേണ്ടതാണ്. അത് എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞാൽ മതി എന്ന് ദേവ്ജി അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന കൺമണിയാകെ നിരാശയിൽ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൺമണിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷേ സാഗറും കൃഷുമെല്ലാം കാര്യങ്ങൾ അറിഞ്ഞാൽ പ്രശ്നം വഷളാകും എന്നുള്ള കാര്യത്തിൽ കൺമണിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൺമണി ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇനിയും PR ഗ്രൂപ്പിനെ സഹായിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തൻ്റെ ചേട്ടനോട് തുറന്നു പറയാൻ കൺമണി തയ്യാറാകുന്നത്. കൺമണിയുടെ ഈ തീരുമാനം അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയാണ് മനോജിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.